ഒരു CCTV ദൃശ്യം വന്നിരുന്നു. സത്യം പറഞ്ഞ ഒരു പേടിപ്പിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. കാര്യം ഒരാൾ ഗേറ്റ് തുറക്കാനായിട്ട് ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് എവിടെ നിന്നോ ഇരുട്ടിൽ നിന്നും അറിഞ്ഞു വന്ന ആളുകൾ വന്ന് ചാടി ആക്രമിക്കുന്നത്. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും അദ്ദേഹത്തിന്റെ ഡ്രൈവറെയുമാണ് ഇന്നലെ ആക്രമിച്ചത്. ഈ സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട പോലീസ് കണ്ടെത്തി. ചുറ്റിക വാങ്ങിയത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്നാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. നടരാജ് പരശുരാമുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, അങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രതികളിലൊരാൾ ചുറ്റിക വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്തുന്നപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്താണ് ഈ ആക്രമണത്തിന് കാരണം എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? പ്രതികളെ കുറിച്ച് പോലീസിന് കൃത്യമായ വിവരമുണ്ടെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്വേഷണത്തിലാണ് നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചത്. ചുറ്റികയുടെ ദൃശ്യങ്ങളാണ് ഇതിൽ വഴിത്തിരിവായത് എന്ന് പറയാം. സുനിലിനെ ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശ്ശൂരിലെ കടയിൽ നിന്നാണെന്ന് വ്യക്തമായിരുന്നു. ചുറ്റിക വാങ്ങിയ കട കണ്ടെത്തിയിട്ടുണ്ട്. കുറുപ്പം റോഡിലെ കടയിൽ നിന്നുമാണ് ഇത് വാങ്ങിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ ചുറ്റികയുടെ പിടിയിൽ പതിച്ചിരുന്ന പച്ച സ്റ്റിക്കർ ഇത് കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഏത് കടയാണെന്ന് മനസ്സിലായത്. ആ കടയിലെ CCTV സ്റ്റിക്കറിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് CCTVയിലേക്ക് എത്തിയത്. ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിന്റെ കാറിന്റെ ഗ്ലാസ് തകർത്തത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ചുറ്റിക വാങ്ങിയ ആളുടെ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് പ്രതികളുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. എന്തായാലും കടയിലുള്ളവർക്ക് ആളെ മുൻപരിചയമില്ല. പോലീസ് ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. വൈകാതെ തന്നെ കുറ്റവാളികൾ വലയിൽ വീഴുമെന്ന് പോലീസ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു കൊട്ടേഷൻ പ്രവർത്തനം തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം സുനിലും ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ തനിക്ക് ബിസിനസ് സംബന്ധമായ ചില ശത്രുക്കളുണ്ട്, അവരാണോ ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായി സുനിലും അറിയിച്ചിരുന്നു. എന്തായാലും സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം തുടരുകയാണ്.